ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ ഇന്ന് മുതൽ 7 സന്ധ്യകളിൽ ഇവിടെ ഒത്തുചേരുകയാണ്. ഈ ഒരു ഉദ്ഘാടന സഭയിൽ പൂജ്യ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളും പൂജ്യ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളും ഒക്കെ സംസാരിച്ചു. ഈ ഒരു കാര്യപരിപാടിയുടെ ക്രമം സാമാന്യമായിട്ട് ഇവിടെ നേരത്തെ പറയപ്പെട്ടു. അല്പസമയം പ്രഭാഷണവും പിന്നെ സംശയ നിവാരണവും. കുറേ നേരം ഒരാൾ എത്ര വിശദമായി വിവിധ മേഖലകളിലേക്ക് പോയി സംസാരിച്ചാലും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമാജത്തിൻ്റെ തലത്തിലേക്ക് അതാവില്ല. അതാവണമെങ്കിൽ സമാജത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് സംശയങ്ങൾ വരണം. ആ സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് ഏത് സംഭാഷണമാണെങ്കിലും സമാജ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. മറ്റൊന്ന്, ഒരു വ്യക്തിയുടെ ഭാഷണം നമുക്ക് എത്ര നേരം ഏകാഗ്രതയോടുകൂടി കേൾക്കാൻ കഴിയും? ഒരു 20 മിനിറ്റ് ഇല്ലേ, ഒരു 25 മിനിറ്റ്. അപ്പോഴത്തേക്ക് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങും. വാതിലടച്ചിരുന്നോ, പൂട്ടിയോ, അല്ല എന്താണ്, കോഴീനെ വാതിലടച്ചിട്ടുണ്ടോ, അല്ലേ വിളക്ക് വെച്ചില്ലല്ലോ, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ എന്താവും, അല്ലെങ്കിൽ ജ്വലിപ്പിച്ച് വെച്ച വിളക്ക് കെടുത്തിയോ, എന്താണ് ഉണ്ടായത്? പല ചിന്തകൾ പോകും. ആളിവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് അങ്ങും ഇങ്ങുമൊക്കെ ഓടും. ഒരർത്ഥവും ഇല്ല, വെറുതെ നമ്മുടെ 2 കൂട്ടരുടെയും സമയം പോക്കുന്നേ ഉള്ളൂ. നേരെ മറിച്ച് സംശയ നിവാരണം ആവുമ്പോൾ അത് എത്ര ദിവസങ്ങൾ ഒത്തുചേർന്നാലും നമുക്കൊന്നിച്ച് പോകാൻ കഴിയും. അതുകൊണ്ട് പറയുകയാണ്, ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇന്നതേ ചോദിക്കാവുന്നില്ല, ഇന്ന വിഷയമേ ആകാവുന്നില്ല, എന്തും ചോദിക്കാം. പക്ഷെ എന്തിനും മറുപടി ഇല്ല. അറിയിച്ചാൽ മാത്രമേ പറയൂ, അറിയില്ലെങ്കിൽ അറിയില്ല എന്നായിരിക്കും മറുപടി. അതുകൊണ്ട് ഒരു സംശയമില്ലാണ്ട് സംശയം ചോദിക്കുക എന്നർത്ഥം. ശരി, ഇവിടെ ഇപ്പോൾ ചോദിച്ചതായിരുന്നു എന്താ വിഷയം വെച്ചതെന്ന്. ഉപനിഷത്തിലെ ഒരു ധർമ്മോപദേശം എന്നാണ് വിഷയം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. നമ്മുടെ സമൂഹത്തിൽ ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടത്. എന്താണ് ധർമ്മം? ധർമ്മത്തിൻ്റെ വിവിധ തലങ്ങൾ. വ്യക്തി എന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊന്നും ചെയ്യരുത്, എന്തിനു വേണ്ടി, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം.
അതുകൊണ്ട് വളരെ യുക്തമായൊരു വിഷയമാണ്. അല്പം നമുക്ക് ചിന്തിക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉപനിഷത്തിലെ ഒരു ധർമ്മോപദേശം എന്നുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പഭാഷയിൽ എന്താണ് ധർമ്മം എന്ന് മാത്രം ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാം. നമ്മൾ വളരെയധികം പ്രയോഗിക്കുന്ന, എന്നാൽ അതിലേറെ തെറ്റിദ്ധരിക്കുന്ന ഒരു പദമാണ് ധർമ്മം എന്നുള്ളത്. ലോകത്തിൽ ഒരു ഭാഷയിലേക്കും അനുവാദം ചെയ്യാൻ കഴിയാത്ത പദമാണ് ധർമ്മം. എത്ര വലിയ ഭാഷാവിദഗ്ധനായാലും ധർമ്മം എന്നുള്ള ശബ്ദത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തിൽ ഒരു ഭാഷയിലേക്കും അനുവാദം ചെയ്യാൻ കഴിയില്ല. ധർമ്മം എന്ന് തന്നെ പറയാനേ ഒക്കൂ. അത്രക്കേറെ അർത്ഥഗർഭമായ ഒരു പദമാണ് ധർമ്മം. പക്ഷെ നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മധ്യഭാരതത്തിൽ അല്ലെങ്കിൽ ഉത്തരഭാരതത്തിലൊക്കെ പോയിട്ട് നമ്മൾ ധർമ്മം എന്ന ശബ്ദം പ്രയോഗിച്ചാൽ അവിടെയുള്ളവരൊക്കെ അത് മനസ്സിലാക്കുക റിലീജിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായിട്ടാണ്. മലയാളത്തിൽ മതം എന്ന് പറയാറുണ്ട്, ഇംഗ്ലീഷിൽ നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നു. അതിന് തുല്യമായിട്ടാണ് ധർമ്മശബ്ദത്തെ മധ്യ ഉത്തര ഭാരത പ്രദേശങ്ങളിൽ മനസ്സിലാക്കുന്നത്. ശരിയല്ല. കേരളത്തിൽ പലപ്പോഴും ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ കൊടുക്കേണ്ടത് ഇല്ലേ, അങ്ങനെയൊക്കെയല്ലേ. ധർമ്മക്കാരൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് അതൊക്കെ. ഈ കൂട്ടത്തിലിരിക്കണ ഭൂരിഭാഗം പേരും കേട്ടതും പറഞ്ഞതുമായ വാക്കാണ് ധർമ്മം കൊടുക്കണം. ധർമ്മക്കാരൻ വന്നിട്ടുണ്ട്, ധർമ്മം കൊടുത്തോളൂ കേട്ടോ, ധർമ്മം കൊടുക്കണം, വലിയ പുണ്യാണേ എന്നൊക്കെ ഇല്ലേ പറയാറില്ല. കുറച്ച് മുമ്പൊക്കെ അങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ ധർമ്മക്കാരനും ഇല്ല, ധർമ്മം കൊടുക്കലും ഇല്ല. എന്ന് മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും യാചക നിരോധിത മേഖല എന്നൊക്കെ ബോർഡും കാണാനുണ്ട്. ഇവിടെ കണ്ടോന്നാവോ, ഭിക്ഷാടന നിരോധിത മേഖല എന്നൊക്കെ പല സ്ഥലത്തും ബോർഡ് കാണാനുണ്ട്. അത് ഭിക്ഷാടനം നിരോധിച്ചു എന്ന് അർത്ഥമില്ല കേട്ടോ, അങ്ങനെ അർത്ഥമില്ല. അങ്ങനെ നിരോധിച്ചാൽ ഞങ്ങളുടെയൊക്കെ കാര്യം പോക്കാം. അതിരിക്കട്ടെ. ഭിക്ഷാടനത്തിൻ്റെ രൂപമൊക്കെ മാറും, ഭാവം മാറും, അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോണതിന് പകരം ഒരു 5 പേര് വെറുതെ ചോദിക്കുന്നതിന് റെസീറ്റ് ബുക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയാവും പൊതുവേ ഉണ്ടാവുക. ഇരിക്കട്ടെ. അപ്പോൾ ഇത് രണ്ടുമല്ല ധർമ്മം. എന്തോ കൊടുക്കേണ്ടതല്ല, എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ. ധനം കൊടുത്തോളൂ, നമ്മളെ തന്നെ കൊടുത്തോളൂ, വിരോധമില്ല. പക്ഷേ ഒരിക്കലും കൊടുക്കരുതാത്ത, ഒരിക്കലും കൈവിടരുതാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ധർമ്മം മാത്രമാണ്. ഒരിക്കലും ധർമ്മം കൊടുക്കരുത്. എപ്പോഴും മുറുകെ പിടിക്കേണ്ടുന്ന, എപ്പോഴും ധാരണം ചെയ്യേണ്ടുന്ന, അതെ, അതാണ് ധർമ്മം. എന്താ ധർമ്മം നോക്കൂ. ധർമ്മശബ്ദം ഉണ്ടാവുന്നത് ധൃധാരണേ അഥവാ ധൃഞ്ഞ് ധാരണ പോഷണയോഹോ എന്നീ ധാതുവിൽ നിന്നാണ്. 2 ധാതുവിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ധരിക്കുക എന്നർത്ഥം. ധരിക്കുക. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ ധൃഞ്ഞ് ധാരണേ എന്നുള്ള അർത്ഥം എടുത്താൽ ധരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. അഥവാ പോഷിപ്പിക്കുന്നതെന്തോ അതാണ് ധർമ്മം. ധാരണ പോഷണയോഹോ ഈ ധാതു എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായില്ല. നോക്കൂ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നമ്മുടെ ചിന്താവിധാനത്തിന് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെയും ബൗദ്ധിക തലത്തിനനുസരിച്ച് വ്യത്യസ്ത ചിന്താവിധാനങ്ങളായിരിക്കും നമുക്ക്. എങ്കിലും സാമാന്യേന ഏറ്റവും സൂക്ഷ്മമായൊരു തലത്തിൽ നിന്ന് ആരംഭിക്കൂ.
ഏറ്റവും വിപുലമായ തലം വരെ നമ്മളൊന്ന് ചിന്തിക്കൂ. ഒരാറ്റത്തിൽ നിന്ന് തുടങ്ങാം. ഒരാറ്റം, ഒരണു കാണാം. അഥവാ അതിനേക്കാൾ സൂക്ഷ്മതലത്തിലേക്ക് പോയി സബറ്റോമിക് പാർട്ടിക്കിൾ വരെ, എന്ന് വെച്ചാൽ ആണവിക കണങ്ങൾ മുതൽ നമുക്ക് ചിന്തയ്ക്ക് വിഷയമാക്കാം. അവിടുന്ന് അങ്ങോട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പരിധി നമുക്കറിയില്ല. പക്ഷേ ആകാവുന്നത്ര ചിന്തിച്ചോളൂ, നിരീക്ഷിച്ചോളൂ. നമുക്ക് കാണാൻ കഴിയും എല്ലാം വ്യക്തമായ ഒരു വ്യവസ്ഥയ്ക്കനുസൃതമായിട്ടാണ് നിലനിൽക്കുന്നത്. ഒരാറ്റം എടുത്താലും ഒരു ജീവകോശം എടുത്താലും ഒരു നിയമക്രമത്താൽ അത് നിലനിർത്തപ്പെടുന്നു എന്ന് കാണാൻ കഴിയും. ഒരു നിയമക്രമത്താൽ, ഒരു വ്യവസ്ഥയാൽ. അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ്. ഒരാറ്റത്തിൻ്റെ ഘടന പഠിച്ചാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ആരാണിതിനെ ഇപ്രകാരം നിയന്ത്രിച്ച് വച്ചിരിക്കുന്നത്? എങ്ങനെയാണിത് നിയമിതമായി തട്ടാതെ മുട്ടാതെ അതിൻ്റെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നത്? ഈ ഒരു അത്ഭുത ആദരപൂർവം ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയത്ത്, പ്രപഞ്ചത്തിൻ്റെ പരിധി നമുക്ക് ആർക്കും അറിയില്ല. അനേക കോടി ബ്രഹ്മാണ്ഡ നായകനെ നമ്മൾ ശിവസഹസ്രനാമത്തിൽ വാഴ്ത്താറുണ്ട്. അനന്തകോടി ബ്രഹ്മാണ്ഡ ജനനിയെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ വാഴ്ത്താറുണ്ട്. ഒരു ബ്രഹ്മാണ്ഡമെന്ന് പറയുമ്പം തന്നെ അതിലെത്ര നക്ഷത്ര സമൂഹങ്ങളും താരാഗണങ്ങളും ഉണ്ട് അറിയില്ല. അതെ, ഒരു നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഒരു താരാഗണം എന്ന് പറയുമ്പോൾ അതിലെത്ര നക്ഷത്രങ്ങളുണ്ട്? ഒരു നക്ഷത്രത്തെ എടുത്താൽ അതിലെത്രായിരം ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളുമുണ്ട്. ഒന്നേ പറയാനുള്ളൂ, അറിയില്ല. പക്ഷെ ഒന്നറിയാം, അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ഡം വരെ സകലത്തെയും ഒരു വ്യവസ്ഥ നിലനിർത്തുന്നു. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നു. യജുർവേദീയമായ ഈശാവാസ്യ ഉപനിഷത്തിൽ ചെറിയൊരു മന്ത്രഭാഗം പറയാം. യാഥാ തഥ്യതോർത്ഥാൻ വ്യദധാത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ശാശ്വതീഭ്യ സമാഭ്യ. എല്ലാ പദാർത്ഥങ്ങളെയും, എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അണു മുതൽ അനന്തകോടി ബ്രഹ്മാണ്ഡം വരെ സകലത്തെയും എങ്ങനെ വേണോ അങ്ങനെ നിയന്ത്രിച്ചിരിക്കുന്നു, എങ്ങനെ വേണോ അങ്ങനെ വിഭജിച്ച് ധരിച്ചിരിക്കുന്നു. ഒന്നുപോലും ആ നിയമക്രമത്തെ ലംഘിക്കുന്നില്ല. ഒന്നുപോലും അത്ഭുതകരമായ അപാരമായ ആ നിയമത്തെ അതിക്രമിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ആ ഒരു നിയമത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ കണ്ടെത്തുന്നതിനാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ആ ശാസ്ത്രത്തെ നമ്മൾ ഫിസിക്കൽ സയൻസ് എന്നോ ഭൗതിക ശാസ്ത്രമെന്നോ മെറ്റാഫിസിക്കൽ എന്നോ അല്ലെങ്കിൽ അതിഭൗതികമെന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ശാസ്ത്രങ്ങളും ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ അതിസൂക്ഷ്മമായ വ്യവസ്ഥയെ തിരിച്ചറിയുന്നതിനായി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. ആ ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ലഭിക്കുന്ന അറിവുകളെ നമ്മൾ സമൂഹ ജീവിതത്തിൻ്റെ ഗുണത്തിനോ ദോഷത്തിനോ ആയി തീർക്കുമ്പോഴാണ് ടെക്നോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് ഉണ്ടാവുന്നത്. അത് ഗുണത്തിനാവാം, ദോഷത്തിനാവാം. പക്ഷേ ശാസ്ത്രങ്ങളൊക്കെ തന്നെ ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ മർമ്മം തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു സംശയമില്ല. എങ്കിൽ പറയട്ടെ, സമസ്തവും വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ആ വ്യവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അനേന ധാര്യത്തെ സർവം ഇതി ധർമ്മം. എന്തിനാലാണോ എല്ലാം ധരിക്കപ്പെടുന്നത് ചേർത്ത് കോർത്ത്. അഗ്നിക്ക് ഉഷ്ണം എങ്ങനെ, ജലത്തിന് ശീതളിമ എങ്ങനെ,
സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഞാനായും നീയായും ഇരിക്കുന്നത് എങ്ങനെ? ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അണുകണത്തിലെ സ്പന്ദനം പോലും എങ്ങനെയാണ് നിയമിക്കപ്പെടുന്നത്? അതിന് പറയുന്ന പേരാണ് ധർമ്മം. ഈ ധർമ്മവ്യവസ്ഥയുടെ മുഴുവൻ നിയാമകന് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. ധർമ്മസ്യ പ്രഭുരച്യുത. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് അഥവാ പ്രപഞ്ച താളമാണ് ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പ്രപഞ്ച താളമാണ് ധർമ്മം, ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് ധർമ്മം. അതെല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് വരാവുന്ന ഒരു സംശയമുണ്ട്. വാസ്തവത്തിൽ ആ സംശയത്തിൻ്റെ മറുപടിയാണ് ഈ ഒരാഴ്ചത്തെ പ്രഭാഷണ പരമ്പര. സംശയം ഇതാണ്: അങ്ങനെയാണെങ്കിൽ, അതായത് ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്, പ്രപഞ്ച താളമാണ് ധർമ്മമെങ്കിൽ ധാർമ്മിക ജീവിതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതെന്താ? സനാതനധർമ്മം, നമ്മുടെ ജീവിതം ധർമ്മത്തിനനുസരിച്ചായിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം എന്താണ് ധാർമ്മിക ജീവിതം? വളരെ ലളിതമാണ് മറുപടി. ഈ പ്രപഞ്ച വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. ഈ പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ധാർമ്മിക ജീവിതം. അത് കുളിക്കണതോ കുറിയിടണതോ അമ്പലത്തിൽ പോകണതോ ഒന്നുമല്ല. കുളിക്കണം, കുറിയിടണം, അമ്പലത്തിൽ പോകണമൊക്കെ വേണം. അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്, അത് ഉപാസനയുടെ ഭാഗമാണ്. അത് മനുഷ്യ ജീവിതത്തെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മതയിലേക്ക് നയിക്കാനും ശുദ്ധിയും ഏകാഗ്രതയും നേടാനുമുള്ള അനുഷ്ഠാന ക്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ധാർമ്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. മറിച്ച് ഈ പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ്. വളരെ ചെറിയൊരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ വേദവ്യാസൻ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കും. മഹാഭാരതത്തിൽ നോക്കൂ. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വൈതദവധാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ശ്രൂയതാം ധർമ്മസർവസ്വം, ധർമ്മത്തിൻ്റെ സാരസർവസ്വം നിങ്ങൾ കേട്ടാലും. നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് കേട്ടാലും. ശ്രുത്വാ ഏതത് അവധാര്യത, കേട്ടിട്ട് എഴുന്നേറ്റ് പോവരുത്. പിന്നെന്ത് വേണം? കേട്ടിട്ട് ഇതിനെ ജീവിതത്തിൽ ധരിക്കണം, വേണ്ടതുപോലെ ഗ്രഹിക്കണം, ധരിക്കണം. എന്താ അത്? ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. നമുക്ക് പ്രതികൂലമായത് നാം മറ്റാരോടും ചെയ്യരുത്. എന്താണോ നമുക്ക് പ്രതികൂലമായത് അത് മറ്റൊരാളോട് ചെയ്യരുത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ നശിപ്പിക്കരുതേ. എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ഈ പ്രപഞ്ചത്തിൽ ആർക്കും ദുഃഖം ഉണ്ടാക്കരുതേ, ക്ലേശം ഉണ്ടാക്കരുതേ, നാശമുണ്ടാക്കരുതേ. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. അപ്പോൾ ധർമ്മം പ്രപഞ്ച വ്യവസ്ഥയാണ്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ധാർമ്മിക ജീവിതം. ഇതാണ് ആരംഭത്തിൽ പറയാനുള്ളത്. ഒരല്പം കൂടി നമ്മൾ മുന്നോട്ട് ധർമ്മം എന്ത് എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ അനേക ഋഷീശ്വരന്മാർ വൈദിക ശാസ്ത്രങ്ങളിൽ ധർമ്മത്തെ നിർവചിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പൂർണ്ണമായ ഒരു നിർവചനം നമുക്ക് തരുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികളാണ്. അതിൻ്റെ എല്ലാ അംശങ്ങളിലേക്ക് ഇപ്പോൾ ഒന്നാമത്തെ ദിവസം കടക്കുന്നില്ല. യഥാക്രമം സമയം അനുസരിച്ച് നമുക്ക് പ്രവേശിക്കാം. എങ്കിലും
ഭാഷ്യകാരൻ ധർമ്മത്തെ നിർവചിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് പറയട്ടെ. ജഗതഃ സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ. ഇതാണ് ഭഗവാൻ ഭാഷ്യകാരൻ ധർമ്മത്തെ നിർവചിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടി വരും, അതിലേക്ക് ഇപ്പം കടക്കണില്ല. പക്ഷേ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ. ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം. ഇതാണ് ആദ്യം പറയുന്നത്. നോക്കൂ, അഗ്നിയുടെ ധർമ്മത്തിലിരിക്കുന്നത് കൊണ്ട്, ജലം ജലത്തിൻ്റെ ധർമ്മത്തിലിരിക്കുന്നത് കൊണ്ട്, വായുവിൻ്റെ ധർമ്മത്തിലിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. ഓരോന്നും തനത് ധർമ്മവ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. അതത് പരിധിയെ ലംഘിക്കാതെ അത്യത്ഭുതകരമായ ഒരു വ്യവസ്ഥ. നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഇപ്പം മനസ്സിൽ വന്ന ഓർമ്മ, കൊച്ചുകുട്ടിയാവുന്ന സമയത്ത്, വളരെ കൊച്ചുകുട്ടി, ഒരു 4 വയസ്സ് 5 വയസ്സ് ഉള്ള സമയത്ത് വളരെ അത്ഭുതത്തോടുകൂടി എത്രയോ മണിക്കൂറുകൾ നോക്കി നിൽക്കാറുള്ള ഒരു രംഗമുണ്ടായിരുന്നു. അത് ഗ്രാമത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ആ കുട്ടി വളർന്നത്. ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ ചായ ഉണ്ടാക്കുന്ന ആളും കൊടുക്കുന്ന ആളും കാശ് മേടിക്കുന്ന ആളും ഒക്കെ ഒരാൾ തന്നെയാണ്, എല്ലാം ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞി മുഹമ്മദ് എന്നാണ്. അപ്പം ഇദ്ദേഹം ചായ ഒഴിക്കണത് നോക്കി നിൽക്കുമായിരുന്നു. എത്ര നോക്കിയാലും മതിയാവില്ല. കാരണം 2 പാട്ട, ആ 2 പാട്ട തമ്മിലുള്ള അകലം ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും വിസ്താരത്തിലാവും, 1 മീറ്ററെങ്കിലും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഉയരത്തിന്. എന്നിട്ട് ഇതിങ്ങനെ വളഞ്ഞു വരിക അതിലേക്ക്, താഴത്തേത്. വീട്ടിൽ പോവും, 2 കപ്പ് എടുക്കും, ചായ ഒഴിക്കും, ഒരു തുള്ളിയില്ലാതെ പുറത്തു പോകും. എത്ര അടിയാണ് അമ്മയോട് കിട്ടിയെന്ന് കണക്കില്ല. പക്ഷെ എന്നാലും നിർത്താൻ തോന്നണില്ല. കാരണം അന്നും ഇന്നും ഒരു സ്വഭാവമുണ്ട്, ഒന്നിന് ഉത്തരം കിട്ടണവരെ അന്വേഷിക്കും, ഉത്തരം കിട്ടിയാലേ നിർത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയത് സാധിക്കണത്? ഇതാണ് ചോദ്യം. പല പ്രാവശ്യം നോക്കി, ഉത്തരം കിട്ടിയില്ല. കാരണം അതിങ്ങനെ വളഞ്ഞു വരികയാണ് ചായയെ. എത്ര വളഞ്ഞിട്ടാണ് വരണത്? ഒരു 60 സെൻറ്റിമീറ്ററോളം വളഞ്ഞ് താഴത്തെ കപ്പിലേക്ക് ചായ ഇങ്ങനെ വരിക. ഇതെങ്ങനെയാണ് സാധിക്കണേ? കുറേ നുള്ളും തല്ലും ഒക്കെ കിട്ടിയിട്ടും ഇത് ഒഴിവാക്കിയില്ല, രക്ഷയില്ല, വിജയിച്ചില്ല. അങ്ങനെ വിജയിക്കാതെ വന്നപ്പോൾ ഒരു നിഗമനത്തിലെത്തി. ആ നിഗമനം ഇതാണ്: അദ്ദേഹത്തിന് എന്തോ ഒരു വിശേഷ ശക്തിയുണ്ട്. കഴിഞ്ഞു, പിന്നെ പ്രശ്നമില്ല. അതെന്താന്ന് ആയിട്ടില്ല കേട്ടോ, അവിടെ നിൽക്കട്ടെ. എന്തോ ഒരു വിശേഷ ശക്തി അദ്ദേഹത്തിനുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഈ പ്രയോഗം നോക്കിയിട്ടില്ല, അമ്മയുടെ തല്ലും കൊണ്ടിട്ടില്ല. കാലം കഴിഞ്ഞു. ഒരിക്കലോ വീട്ടിൽ നിന്ന് മുതിർന്നവർ ചോദിച്ചു, നമുക്ക് പട്ടണമൊക്കെ ഒന്ന് കാണാൻ പോണ്ടേ? വേണം. അങ്ങനെ കോഴിക്കോട് പട്ടണം കാണാൻ പോയി. അന്ന് 1-ാം ക്ലാസ്സിലായിരിക്കണം പഠിക്കുന്നത്. അങ്ങനെ കടൽ കാണാൻ പോയി. കടൽ തീരത്തിരിക്കുകയാണ്. കടൽ തീരത്തിരിക്കുമ്പോൾ ഒരത്ഭുതം. എന്താ അത്ഭുതം? അറ്റം കാണുന്നില്ല. കടലിന് അറ്റം ഇല്ലേ? അറ്റമുണ്ട്. ഷിപ്പിൽ പോവാം, ബോട്ട് പോവാം, ഇനി വേറെ എന്തെങ്കിലും ഒരു യാനം വഴി കടന്നാൽ മറുകരയ്ക്ക് എത്തും. അപ്പുറത്ത് തീർച്ചയായിട്ടും കടലിൻ്റെ മറുകരയ്ക്ക് എത്താൻ പറ്റും. പക്ഷെ കാണില്ലല്ലോ. കാണില്ല. മുതിർന്നവരോട് ചോദിച്ചു, എന്താ കാണാത്തേ? അത് കാണില്ല, കാണാൻ പറ്റില്ല. അത്
ആ കുട്ടിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഇപ്പോൾ സംശയമുണ്ടായി. അങ്ങ് ചന്ദ്രനെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റുന്ന തരം ടെലിസ്കോപ്പുകൾ, ബൈനോക്കുലറുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വലിയ ടെലിസ്കോപ്പുകൾ. അക്കാലത്ത് ഇത്ര മുന്തിയ ടെലിസ്കോപ്പൊന്നുമില്ല, എന്നാലും ടെലിസ്കോപ്പുള്ള കാലം തന്നെയാണ്. അതുകൊണ്ട് കടലിൻ്റെ അറ്റം കാണുമോ? കാണില്ല. അവസാനം അവർക്കൊക്കെ വിഷമം, ഇയാൾ തിരിച്ചു വരണ്ടേ കടപ്പുറത്തുനിന്ന്. ഏതായാലും ഉത്തരം പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ഒരാൾ കൂടണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുട്ടാ, നീ ടെലിസ്കോപ്പല്ല എന്ത് വെച്ചാലും കടലിൻ്റെ അറ്റം കാണില്ല. കാരണം ഭൂമി ഉരുണ്ടിട്ടാ. ഭൂമി ഉരുണ്ടിട്ടാവുമ്പോൾ ഈ ജലവിധാനം ഇങ്ങനെയാണ് പോണത്. അപ്പോൾ സംശയമായി. അങ്ങനെയാണെങ്കിൽ വെള്ളം പൊക്കത്തിൽ നിൽക്കണില്ലേ? ഉണ്ടല്ലോ. എന്താ താഴത്തേക്ക് വരാത്തെ? അന്ന് വാൽമീകി രാമായണം ഈ ജന്മത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ജന്മത്തിൽ വാൽമീകി രാമായണം പഠിച്ചിട്ടില്ല അന്ന്. കാരണം വാൽമീകി രാമായണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, യാതൊരു ധർമ്മത്താൽ സമുദ്രം അതിൻ്റെ പരിധിയെ ലംഘിക്കുന്നില്ലയോ എന്ന്. യാതൊരു ധർമ്മത്താൽ സമുദ്രം അതിൻ്റെ പരിധിയെ ലംഘിക്കുന്നില്ലയോ എന്ന്. ശ്രീരാമനെ വിവിധ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുന്ന സമയത്ത് അതുപോലെയാണ് രാമൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറഞ്ഞിട്ടുള്ളത് വാൽമീകി മഹർഷി. അപ്പം നോക്കൂ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വെള്ളം നിൽക്കുകയാണ്, താഴേക്ക് എന്തുകൊണ്ടത് വരുന്നില്ല? നമുക്ക് സാധിക്കില്ലല്ലോ ഉയർന്ന വിധാനത്തിൽ വെള്ളം നിർത്താൻ, അത് താഴത്തേക്ക് വരില്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് കാക്കയ്ക്ക് എന്ത് ശക്തിയാണോ ഉള്ളത്, അതിൻ്റെ എത്രയോ വലിയ ശക്തിയുള്ള എന്തോന്നുണ്ട്. ആ എന്തോ ഒന്നാണ് ഈ സമുദ്രത്തെ ഉപരി നിർത്തിയിട്ടുള്ളത്. സമാധാനായി. അപ്പം അമ്മമ്മ പറഞ്ഞു തന്നു, അസ്ത്യേവ യക്കശ്ചിത് അപാരശക്തി യസ്യേച്ഛയാ വർത്തതയേവ വിശ്വം എന്ന്. സന്തോഷമായി. അസ്ത്യേവ യക്കശ്ചിത് അപാരശക്തി, ഒരപാര ശക്തിയുണ്ട്. അസ്തിയേവ, അസ്ഥി എന്നല്ല, അസ്ഥി പറഞ്ഞാൽ ഉണ്ട്, അസ്തിയേവ ഉണ്ട് തന്നെ, ഒരു സംശയമില്ല. യസ്യേച്ഛയാ വർത്തതയേവ വിശ്വം, യാതൊരുവൻ്റെ ഇച്ഛ കൊണ്ടാണോ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്, ആ മഹാശക്തിശാലി അവൻ്റെ വ്യവസ്ഥ ധർമ്മം. ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കണത് ധാർമ്മിക ജീവിതം. ഇത്രയും പറഞ്ഞത് നമ്മൾ ഒന്നിച്ചു പോയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ രഹസ്യത്തെ അന്വേഷിച്ച, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം, ആ ലക്ഷ്യത്തെ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും, ഈ ജഗത്ത് എന്താണ്, ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉള്ളിലെരിഞ്ഞ് ആ ജ്വാലയിൽ സത്യസാക്ഷാത്കാരം മാത്രം ജീവിത ലക്ഷ്യം എന്നുള്ള ഒരു ദൃഢബോധത്തിൽ തങ്ങളുടെ ജീവിതത്തെ സത്യാന്വേഷണത്തിനായി സമർപ്പിച്ച പോരാ, അതിസൂക്ഷ്മങ്ങളായ നിശിതങ്ങളായ അന്വേഷണ തപസ്സുകളിലൂടെ സത്യത്തെ സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർ, അവർ നമ്മുടെ മുമ്പിൽ വേദങ്ങളെ ഉപദേശിച്ചു തന്നു, വൈദിക ശാസ്ത്രങ്ങളെ ഉപദേശിച്ചു തന്നു. ആ വേദത്തിലൂടെ അവർ പറഞ്ഞു തന്നത് മാർഗതലത്തിൽ ധർമ്മത്തെയാണ്. ആത്യന്തികമായ സത്യസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലേക്ക്, അഥവാ സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് പറഞ്ഞു തന്ന മാർഗം ധർമ്മത്തിൻ്റെ മാർഗമാണ്. ആ ധർമ്മത്തിൻ്റെ മാർഗത്തെ, അതായത് എങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊന്നും ചെയ്യരുത്, ഈ പ്രാഥമികമായ പാഠത്തെ വേദ വൈദിക ശാസ്ത്രങ്ങളിലൂടെ അവർ വിസ്തരിച്ചു. ആ വിസ്തരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം അനന്താഹ വൈ വേദാഹ, വേദങ്ങൾ അനന്തങ്ങളാണ്, അനന്തങ്ങളാണ്, തീരില്ല.
എന്നാൽ അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് അവർ പല പല സന്ദർഭങ്ങളിൽ ചുരുക്കമായി ധർമ്മത്തെ ഉപദേശിച്ചു തന്നു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അത്തരം ഉപദേശങ്ങളിൽ വളരെ ചെറിയ, എന്നാൽ ഈ ലോകജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന, യാതൊന്നിനെ ശ്രദ്ധിച്ചാൽ ശാന്തിയോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ പുലരാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ഉപദേശമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വിഷയമായി ഉപനിഷത്തിലെ ഒരു ധർമ്മോപദേശം എന്ന് വെച്ചിട്ടുള്ളത്. നമ്മൾ രണ്ടു കൂട്ടരും ഒന്നായി ഈ ഒരു ചിന്ത നിർവഹിക്കാൻ സാധിക്കട്ടെ.